ഹലോ, സായി സ്ട്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാം കേട്ടോ. ഞാൻ മിക്കവാറും ഇങ്ങനെ അതേമാതിരി പോണ വീഡിയോസാണല്ലേ ഇടാറ്, ഡെയിലി വ്ളോഗ്സായിട്ട് അങ്ങനെ ഇടാറില്ലല്ലേ. അപ്പോൾ ഇന്ന് ഒരു ബുധനാഴ്ചയാണ് കേട്ടോ. കുറേ ദിവസമായി ഇത് എടുത്ത് വെച്ചിട്ട്, പക്ഷേ ഇടാൻ കൂടിയിട്ടില്ല. കുറച്ച് തിരക്കായിപ്പോയി, കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരക്കായിപ്പോയി. അപ്പോൾ ഞങ്ങൾ പോണത് നിലമ്പൂർ പാട്ടിന് പോവാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും, നിലമ്പൂർ പാട്ടുത്സവം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അംഗനവാടി വിട്ട് വന്നിട്ട് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജോലി തീർത്തൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് പോവാൻ വിചാരിച്ചിട്ടേ. അപ്പോൾ ഒരു പഴം ഉണ്ടായിരുന്നു അവിടെ, അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ പോവാണ് കേട്ടോ. പോരുമ്പോഴത്തേന് ലേറ്റാവും വിചാരിച്ചിട്ടേ. അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങളുണ്ടായിരുന്നു, പിന്നെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. വിളക്കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോരുന്നത്. പക്ഷേ സമയം കണ്ട അങ്ങനെ തോന്നൂലല്ലേ. വിളക്ക് കത്തിച്ചിട്ടാണ് പോരുന്നത്. ജസ്റ്റ് 6 മണി 6:15 ആയിട്ടുണ്ട് കേട്ടോ പോന്നപ്പോൾ. അപ്പോൾ രഞ്ജും ഉണ്ണിയേട്ടനും കൂടെ ബൈക്കിന് പോരാ പറഞ്ഞു. ഒരങ്ങനെ പോരുന്നുണ്ട്. പിന്നെ തറവാട്ട് അമ്മമ്മ വീട്ടിൽ നിന്ന് പിന്നെ രേഷ്മയും വേണുവേട്ടനും പോരുന്നുണ്ട് കേട്ടോ. കുട്ടികളുണ്ട്. അപ്പോൾ ഒരു മറ്റേ കാറിലാണ് കേട്ടോ എല്ലാവരും കൂടെ. ഒരു കാറിൽ കൊള്ളാത്തതുകൊണ്ടേ. അപ്പോൾ അതാ പോണ കാറിലാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേന് കണ്ണൻ ഓരോ കൂടെ പോരാ പറഞ്ഞിട്ട് അങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ. മാറി കയറിയിട്ടുണ്ട്. അപ്പോൾ കണ്ണൻ ഇപ്പോൾ ഓരോ കൂടെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നല്ല തിരക്കാവും. അപ്പോൾ ഞങ്ങൾ ഷോർട്ട് എടുത്ത് ഇങ്ങനെ പോവാണ് കേട്ടോ. മറ്റേത് ശരിക്കും നിലമ്പൂരിക്ക് പോണ റോട്ടിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ബ്ലോക്കായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഷോർട്ട് എടുത്താണ് പോന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേന് കുറച്ചൊക്കെ ഇരുട്ടായിട്ടുണ്ട്. ഇതാ കണ്ടോ, രശ്മിയും എല്ലാവരും ഒപ്പം തന്നെയാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. പാർക്കിങ് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്ഥലത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പാർക്കൊക്കെ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും വരലുണ്ട്. ഇപ്രാവശ്യം പിന്നെ കുറച്ച് നേരത്തെ തന്നെയാണ് കേട്ടോ. പ്രോഗ്രാമൊക്കെ ഉള്ള സമയത്ത് തന്നെയാണ് വരൽ. അപ്പോൾ ഇവിടെ കാർണിവലും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ സ്റ്റേജ് ഷോ ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേജ് ഷോ തുടങ്ങിയിട്ടില്ല, 9 മണിയൊക്കെ ആവും. പിന്നെ ഇന്ന് ആരൊക്കെയോ വരുന്നുണ്ട്, സിംഗേഴ്സാണ് കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ് കറക്റ്റായിട്ട് എനിക്കിപ്പോൾ അറിയില്ല. ഞങ്ങൾ കാരണം ഷോ കാണാൻ നിന്നിട്ടില്ല കേട്ടോ. മക്കളൊക്കെ ഉറങ്ങുകയോ വിചാരിച്ചിട്ട് പിറ്റേന്ന് സ്കൂളും അംഗനവാടിയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ പെട്ടെന്ന് പോന്നു. ഇതാ കണ്ടോ, ഇതാണ് സ്റ്റേജ്. അപ്പോൾ ആൾക്കാരൊക്കെ എത്തി തുടങ്ങണേ ഉള്ളൂ കേട്ടോ. പോലീസൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ. കാരണം കാർണിവലും കൂടി ഉണ്ടാവുകൊണ്ടേ ഭയങ്കര തിരക്കാണ്. ബ്ലോക്ക് ഇപ്പം ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ തിരക്ക് തുടങ്ങണതിൻ്റെ മുന്നേ തന്നെ പോയിട്ട്, ഇവിടെ ഈ പരിപാടി തുടങ്ങുമ്പോഴേക്കിനാണ് നല്ല തിരക്ക് വരിക കേട്ടോ. അപ്പോൾ ആ തുടങ്ങുമ്പോഴത്തേന് ഞാൻ ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഉണ്ണിയേട്ടനും രഞ്ജും എത്തിയിട്ടുണ്ട്. പിന്നെ അതാ ഇതിങ്ങനെ ഒരു പിന്നെ ഫിഷിൻ്റെ ഒരു അക്വേറിയമാണ് കേട്ടോ. എന്താ കുറേ പലതരം ഫിഷ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി കേട്ടോ. കയറാൻ എത്ര ഒരാൾക്ക് 80 രൂപയൊക്കെ ആണ് കേട്ടോ. ഇതാ കണ്ടോ, ബേർഡ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇതൊക്കെ പിന്നെ ഒറിജിനൽ ഫ്ലവേഴ്സാണ് കേട്ടോ. വിൽപ്പനയ്ക്കില്ല തോന്നുന്നു കേട്ടോ. ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല, കൊടുക്കണമെന്നില്ല തോന്നുന്നു. ഒരു ലൈറ്റും കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ ഈ ഫ്ലവറൊക്കെ വെച്ചതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ കോർഡിനേറ്റ് ചെയ്ത് വെച്ചത് ഓരോ ഭാഗത്തും ഓരോന്ന് അങ്ങനെ നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാൻ. 80 രൂപ കൊടുത്താലും കുറച്ച് കാണാനുണ്ട് കേട്ടോ അവിടെ. ഫിഷ് ആണെങ്കിലും ഇപ്പോൾ ഇതാ കണ്ടോ, ഇതേപോലെ ഇതൊക്കെ സെറ്റ് ഇട്ടതാണ് കേട്ടോ ഫുള്ള്. പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാ കണ്ടോ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ. ഇങ്ങനെ സ്മോക്കിങ് വരുന്നതൊക്കെ ടി വിയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്, അല്ലാതെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ എല്ലായിടത്തും ഇതേപോലെ LED ലൈറ്റുകളും അതൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പലതരം മീനുകളുണ്ട്. നമ്മൾ മൈസൂരൊക്കെ പോകുമ്പോണ്ട് ഇങ്ങനെ അതേപോലെ കുറേ പലതരം മീനുകൾ. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കാരണം മീനിങ്ങനെ ഓടി കളിക്കണമൊക്കെ കാണുമ്പോഴേ അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നടന്ന് വരുന്ന വഴിയിലുള്ളതാണ് കേട്ടോ ഇതൊക്കെ. ഇങ്ങനെ കൂട്ടിൽ കിളികൾ, തത്തമ്മ, പിന്നെ അങ്ങനെ കുറേ കിളികളുണ്ട്. ഇതാ കണ്ടോ, ഇതൊക്കെ ഫ്ലവേഴ്സാണ്. ഇതും തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമ്മൾ കരുതും ഇതിന് കളർ കൊടുത്ത് വിട്ടതാണോ എന്ന്. അതേപോലെ ഒരു പ്രത്യേക തരം കളറുകൾ, ചെറിയ ചെറിയ മീനുകൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നടക്കണ ആ പാത്തിൽ കൂടെ ഇതാ കണ്ടോ ഇങ്ങനെ ഉണ്ട്. ഇതിലൊന്നും തൊടാനും പിടിക്കാനൊന്നും പാടില്ല കേട്ടോ. അവരിങ്ങനെ സെക്യൂരിറ്റികളൊക്കെ ഉണ്ട് അവിടെ നോക്കിക്കാനൊക്കെ. എല്ലാ പ്രാവശ്യവും കാർണിവലും സ്റ്റേജ് ഷോയും ഒക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ ഉണ്ടാവണത്. അതുകൊണ്ട് തന്നെ ഇതിൽ നല്ല ആൾക്കാരുണ്ട്. ഞങ്ങൾ കയറിയപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ ഇഷ്ടംമാതിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു.
പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേന് മാമേൻ്റെ മോനും ഭാര്യയൊക്കെ വന്നിരുന്നു കേട്ടോ, വിജി ഷിജിലേട്ടനൊക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ കണ്ടു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ ഇവിടെ കയറാനുള്ളൊരു ഇതാ തോന്നണു, അനൗൺസ് ചെയ്യുന്നുണ്ട് ഒരാളെ വലുപ്പത്തിലുള്ള മീനൊക്കെ ഉണ്ട് എന്ന് കേട്ടോ. പക്ഷേ ഞാനതിങ്ങനെ തിരയായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അത്ര തന്നെ വലിപ്പമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. പേഴ്സണലി എനിക്ക് തോന്നാത്തതാണ്. ഇനി അത് ഗ്ലാസിൻ്റെ ഉള്ളിൽ ആയതുകൊണ്ട് തോന്നുന്നതാണ്, അങ്ങനെ എനിക്ക് തോന്നിയതാണോ എനിക്കറിയില്ല കേട്ടോ. ഇതല്ല ഇനി അടുത്തത് കേട്ടോ, ഇനി അടുത്തത് വരുന്നതാണ് അങ്ങനെ തോന്നുന്നത്. പക്ഷേ അതെനിക്കും അനങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അപ്പോൾ ആ ടൈമിലൊന്ന് ഇതാക്കിയതാ കണ്ടോ. ഇത് നല്ല വലുപ്പമുണ്ട്, പക്ഷേ എനിക്ക് അത്ര തന്നെ തോന്നിയില്ല, എന്തോ ആവോ. പിന്നെ ഇത് വേറൊരു മീൻ. പിന്നെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഇതാ കണ്ടോ, ലൈവായിട്ട് മീൻ പിടിക്കുക കേട്ടോ. മീൻ പിടിച്ചിട്ട് നമുക്ക് സമ്മാനം നേടാം. ഇങ്ങനെ പിടിച്ച് ഒരു 3 4 പിടിച്ചാൽ നമുക്ക് പ്രൈസ് അടിക്കും കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആട്ടോ. ഇതിൽ പിന്നെ മക്കളൊന്നും കയറിയിട്ടില്ല നനയൊന്നും എഴുതിയിട്ട്. അപ്പോൾ അതിൻ്റെ അടുത്തു കൂടെ കുറേ സ്റ്റാളുകളുണ്ട്. പിന്നെ ഞങ്ങൾ അതിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അതിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാർണിവൽ കാണാൻ പോവാണ് കേട്ടോ. അപ്പോഴത്തേന് നല്ലോണം തിരക്കൊക്കെ ആയിട്ടുണ്ട്. പിന്നെ സൈഡിൽ കൂടെ അലുവ, ജിലേബി അങ്ങനത്തെ മധുര പലഹാരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ കച്ചവടക്കാരുണ്ട്, ഇതാ കണ്ടോ, കുറേ ഉണ്ട് കേട്ടോ. ഇപ്പോൾ തിരക്കിങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. കാരണം അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. വിട്ടുന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും സംഭവങ്ങളൊക്കെ. ഇതാ കണ്ടോ, ഇതൊക്കെ എത്ര ദൂരത്തറിയോ, പക്ഷെ എന്നാലും കാണാൻ നമുക്ക് പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയന്ന് ഭയങ്കര തിരക്കിയിരുന്നു കേട്ടോ. അന്ന് പക്ഷേ ഞായറാഴ്ചയാണ് ഞങ്ങൾ പോയത്. അന്ന് ഒഴിവ് ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് പിന്നെ അങ്ങനെ ഞായറാഴ്ചയൊന്നും പോകണ്ട വിചാരിച്ചിട്ടാണ് ഞങ്ങളൊരു വർക്കിംഗ് ഡേ പോയത് കേട്ടോ. പക്ഷേ എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കില്ലെങ്കിലും അത് കഴിഞ്ഞ് ഞങ്ങൾ പോരാനൊക്കെ ആയപ്പോഴത്തേന് നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടോ, കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നും കുട്ടികൾക്ക് അങ്ങനെ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അവർക്ക് ഈ സംഭവത്തിലൊക്കെ കയറുക അതായിരുന്നു മെയിൻ. അപ്പം ഇത് പിന്നെ കാർണിവലിൻ്റെയൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്നിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഒത്തിരി കടകൾ. നമുക്ക് കണ്ണിങ്ങനെ മഞ്ഞളിക്കും, എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് തോന്നും. കണ്ടോ, നല്ല സാധനങ്ങളുണ്ട്, പല തരത്തിലുള്ള സാധനങ്ങൾ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കമ്മലുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും വാങ്ങിയില്ല. വാങ്ങണം എന്നുണ്ടായിരുന്നു, പോരുമ്പോൾ വാങ്ങാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അപ്പോഴത്തേന് മക്കൾക്കൊക്കെ ദേഷ്യമായി. ഞങ്ങൾ ഓരോ സംഭവത്തിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര കച്ചറിയായി. പിന്നെ ഞങ്ങൾ പോകുന്നു കേട്ടോ. ഞാനും ലച്ചുവും പിന്നെ അതേപോലെ തന്നെ വിജി രേഷ്മയും കൂടെ, വിജീൻ്റെ മോനാട്ടോ അനി, ഞങ്ങളെല്ലാവരും കൂടെ മരണക്കിണറിൽ കയറി. അപ്പോൾ അത് ശ്രീലുമോക്ക് പറ്റിയില്ല. ശ്രീലുവിനും കണ്ണനും ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ചെറിയ കുട്ടികളെ കയറ്റൂല കേട്ടോ. അതുകൊണ്ടാണ് അവരെ കയറ്റാഞ്ഞത്. പിന്നെ എൻ്റെ ഒരു ധൈര്യമില്ലായ്മ കാരണം അതിലിരിക്കുമ്പോൾ എനിക്കൊരു നല്ലോണം പിടിച്ചിരിക്കും ഞാൻ. അപ്പോൾ എനിക്ക് അവളെയും കൂടെ പിടിച്ചിരിക്കാനൊരു പേടി. അപ്പം ഞാൻ കയറ്റിയില്ല കേട്ടോ. അപ്പോൾ അതിന് അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാനതിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഭയങ്കര ഏട്ടനെ നല്ലോണം ഉപദ്രവിച്ചിട്ടുണ്ട്. മുടി പിടിച്ച് വലിക്കലും അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഇറങ്ങിയതിന് ശേഷം മിന്നായിട്ടോ. അപ്പോൾ ഞാൻ അത് വീഡിയോ എടുത്തിട്ടില്ല, കാരണം കരച്ചിലല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കയറേണ്ട ഒരു സംഭവത്തിൽ ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് അത് തിരഞ്ഞെടുക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം അവർക്ക് ഇങ്ങനെ കളിക്കാനുള്ള സംഭവത്തിലൊക്കെ ആദ്യം കയറാൻ പറഞ്ഞിട്ടേ. അപ്പോൾ അത് നോക്കി. അപ്പോൾ അതിൽ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതിലാണ് ആദ്യം മക്കളെ കയറ്റിയത് കേട്ടോ. ജസ്റ്റ് ഒരു ഫൺ. പക്ഷേ എല്ലാ കുട്ടികളും കയറുന്നുണ്ട് കേട്ടോ. നല്ല അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് അത്രയേ ഉള്ളൂ. പിന്നെ അവരെ ഞങ്ങൾ തീവണ്ടിയിൽ കയറ്റിയിട്ടോ. കണ്ടോ, ഇതിലൊന്ന് കയറ്റി. പിന്നെ പ്രത്യേകിച്ച് ഒന്നിലും കയറ്റിയിട്ടില്ല കേട്ടോ. ഇതിലും തന്നെയുള്ളൂ അവർ രണ്ടുപേരെയും കയറ്റിയത്. പിന്നെ വേറൊരു തീവണ്ടിയിലും കൂടെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ശ്രീലുമോൾ കരഞ്ഞു എന്ന്. ആ ടൈമിൽ അവളെ കരച്ചിലൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വേറൊന്നിലും കൂടെ കയറ്റിയിട്ടുണ്ട്. ഞാൻ എല്ലാ പ്രാവശ്യവും വരുമ്പോഴും പിന്നെ കയറണമെന്ന് വിചാരിക്കുന്ന ഒരു സാധനമാണ് ഇത്. പക്ഷേ എനിക്ക് എന്താ അറിയില്ല, ഇത് ഇവിടെ എത്തുമ്പോൾ എനിക്ക് പേടിയാവുകയാണ്. കാരണം അതിൻ്റെ ഒരു പിന്നെ പോകുന്നത് കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. അതെങ്ങനെയൊക്കെയാണ് പോണത് നമുക്ക് തന്നെ അറിയില്ല. മറ്റതൊക്കെ പറഞ്ഞാൽ ഒരു വട്ടത്തിലും പിന്നെ എന്താ പറയുക അങ്ങനെയൊക്കെയല്ലേ പോവുക. ഇതെങ്ങനെ പോകുക തന്നെ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതിനോണ്ടൊരു ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ
ഇതിലിതുവരെ കയറിയിട്ടില്ല കേട്ടോ. അതൊരു നല്ല കയറിയവർക്കൊക്കെ നല്ല അനുഭവം തന്നെയാണ്, നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതാ കണ്ടോ. പിന്നെ അതാ ഞങ്ങൾ യന്ത്രൂഞ്ഞാലിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരെ ഓരോ രണ്ട് കൊട്ട അങ്ങനെ കയറ്റുകയാണ് ചെയ്യണത്. അപ്പോൾ ഞങ്ങളെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അച്ചയ്ക്ക് ഇതിൽ കയറാൻ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ അച്ചയ്ക്ക് ഇപ്പോൾ സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ കുറേ മുകളിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു ഇതല്ലേ. അപ്പോൾ പിന്നെ അച്ഛൻ കയറിയില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും കയറി. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കറങ്ങണ സമയത്ത് ഞാൻ എടുത്തിരുന്നു വീഡിയോ, പക്ഷേ അത് ഞാൻ ഷോർട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മളങ്ങനെ കറക്കലൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇറക്കണ സമയത്തുള്ള വീഡിയോ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. വീഡിയോ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നമുക്ക് നേരിട്ട് കാണാൻ. എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയി. പിന്നെ തോണിയിൽ ഇപ്രാവശ്യം കയറിയിട്ടില്ല കേട്ടോ. അപ്പോഴത്തേനും ഞാൻ പറഞ്ഞല്ലോ ശ്രീലുമോള് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ പിന്നെ കയറിയില്ല കേട്ടോ. പിന്നെ അതാ മരണക്കിണറുണ്ട് ഇവിടെ. ഇപ്പോൾ അതാ എൻ്റെ മുടിയൊക്കെ ഞാനൊന്ന് നോക്കിയിരുന്നു കേട്ടോ. എൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് ഏട്ടൻ്റെ പോലും കണ്ടില്ല, ഏട്ടനെയൊക്കെ ആകെ ചമ്മന്തി ആക്കിയാണ് കേട്ടോ ശ്രീലുമോള്. പിന്നെ അതാ ഞങ്ങൾ മരണക്കിണറിലും കൂടെ ഒന്ന് കയറി കേട്ടോ. ഇതിൽ പിന്നെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ കയറുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു അനുഭവം തന്നെയാണ്. അവർ കാര്യം ആലോചിക്കുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ അല്ലേ, ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യണത്. എന്തായാലും നമുക്ക് എനിക്കൊക്കെ നേരെ ഓടിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. ഇതിപ്പോൾ അങ്ങനെ കിണറിൽ കൂടെ ഓടിക്കുമ്പോഴേ വല്ലാത്തൊരു ധൈര്യം തന്നെയാണ് കേട്ടോ അവരത്. അമ്മയും രഞ്ജു ഇതിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. അവരവിടെ താഴത്ത് നിൽക്കുകയാണ്. ഒരു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ശ്രീലുമോളെയൊക്കെ കൊണ്ട് വേറൊരു തീവണ്ടിയിൽ കയറിയിട്ടോ. ആ ടൈമിൽ ഞങ്ങളവിടെ നിന്നു കേട്ടോ. തോണി കയറണം കരുതിയിരുന്നു, പക്ഷേ അപ്പോഴത്തേന് രേഷ്മേനെയും വിജീനെയും കാണാണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ തോണിയിൽ കയറിയില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയം ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്കിങ്ങനെ ഒരു പേടി, അതിമ നിൽക്കുമ്പോൾ ഇങ്ങനെ കുലുങ്ങും നല്ലോണം. പക്ഷെ കുലുങ്ങുമ്പോൾ എൻ്റെ ഫോണൊക്കെ ചാടുമോ എന്നൊക്കെ ഒരു പേടി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഏട്ടൻ പറഞ്ഞു ഞാൻ എടുത്തരാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങളൊന്നിലും കയറാൻ നിന്നിട്ടില്ല കേട്ടോ. ആ സമയമായപ്പോഴത്തേനും 9:30 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോകുന്നതാ കണ്ടോ, നല്ല തിരക്കായിട്ടുണ്ട്. അങ്ങാടി മൊത്തം ആൾക്കാരും വണ്ടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം പോന്നു. പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് പോകുന്നു കേട്ടോ. അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, മക്കൾ ഉറങ്ങിയിരുന്നു. ഞങ്ങൾ അവിടെ എത്തി വണ്ടി കയറിയപ്പോഴത്തേനും എല്ലാം ഉറങ്ങിയിരുന്നു. അപ്പം ഇനി വീട്ടിലെത്തിയിട്ട് ഉണർത്തിയിട്ട് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പം അത് നമ്മുടെ സ്വന്തം ഹൈദരാബാദി ബിരിയാണി കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് കേട്ടോ. ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ കണ്ടോ ശ്രീലുമോളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിലമ്പൂർ പാട്ടുത്സവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ടൊന്ന് അറിയിക്കുക കേട്ടോ. നിങ്ങൾ ഈ കാർണിവലിന് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് കണ്ടു നോക്കൂ കേട്ടോ. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്